ഹായ് ഗേയ്സ്, അപ്പോൾ നമ്മളിന്ന് തിരുവനന്തപുരം കനകക്കുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെ സമ്മർ കാർണിവൽ 2025 നടക്കുകയാണ്. മാർച്ച് 28 തുടങ്ങി ഏപ്രിൽ 6 അവസാനിക്കുന്നതാണ് ഇവിടുത്തെ സമ്മർ കാർണിവൽ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയറി വരുന്ന ആ ഒരു വശമൊക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ സമയവും കാര്യങ്ങളുമാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാർണിവൽ ഷോ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഓരോ സ്റ്റേജും കാര്യങ്ങളുമാണ്. അപ്പോൾ ആ ഓരോ സ്റ്റേജിൻ്റെ പ്രത്യേക നമ്പറുകൾ, ആ സ്റ്റേജുകളിൽ നടക്കുന്നതിൻ്റെ സമയവും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വലിയൊരു ബോർഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇവിടെ അടിപൊളിയായിട്ടൊരു കവാടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ രാജസ്ഥാനിലൊക്കെ വന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന നല്ലൊരു ഒട്ടകത്തെ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം, ഒരു കുഴപ്പവുമില്ല. പാവക്കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ എൻ്റെ അടുത്ത് നമുക്ക് ചെരുപ്പുകൾ, അവരുടെ ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെയിലിന് വേണ്ടി. അപ്പോൾ അടിപൊളി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഡിസൈനിൽ നല്ല കളർഫുള്ളായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ ഷാളുകൾ കാര്യങ്ങളും വിൽക്കുന്ന ചെറിയ ഒരു തട്ടും കൂടെ ഇവിടെ കാണാൻ പറ്റും. പല നിറത്തിലുള്ള ഷാളുകൾ കാര്യങ്ങളുണ്ട്. അതിനോട് ചേർന്ന് തന്നെ അവിടുത്തെ കുപ്പിവളകൾ കാര്യങ്ങളുള്ള ഒരു ചെറിയൊരു തട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ തന്നെ ആ പുള്ളി ഇതുണ്ടാക്കുന്നുണ്ട്, വള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇന്ന് ഇവിടെ തീർന്നു, ഇനി ഇപ്പം നാളത്തേക്ക് ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ നടക്കുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഏരിയയിലൊക്കെ വരും. ഫുഡിൻ്റെ ഇവിടെ സ്പ്രിങ് പൊറോട്ട, ചിക്കൻ പക്കോട, അങ്ങനെ ഒത്തിരി ഐറ്റംസൊക്കെ ഉള്ള ചെറിയൊരു ഇത് കാണാം നമുക്ക് ഫുഡിൻ്റെ. അവിടുന്ന് വീണ്ടും നമ്മൾ താഴേക്ക് നടക്കുകയാണ്. അവിടുന്ന് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസകരമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ പതുക്കെ നടന്ന് താഴേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഒരു തട്ടും കൂടെ താഴേക്ക് ഇറങ്ങുമ്പം അവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാർണിവൽ മാജിക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. എൻ്റെ സ്റ്റേജ് 4, 5, 6, 7, 8 അങ്ങനെ ഓരോ സ്റ്റേജിൽ ഓരോ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ കാർണിവലിൻ്റെ അടുത്ത ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ മാജിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എന്താ പറയണ്ടേ രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഇതൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പെട്ടെന്ന് നമ്മൾ വന്നപ്പം ഇതൊരാൾക്കാരാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. പിന്നീടാണ് ഇത് മനസ്സിലായത് ആൾക്കാർ ഇതിനകത്ത് നിന്ന് ഇത് ചെയ്യുന്നതാണെന്ന്. അവിടെ ദൂരെ നോക്കിയപ്പം നല്ല കാറ്റത്ത് നല്ല വലിയ ഇതായിട്ട് ആടുന്ന കളർഫുള്ളായിട്ടുള്ള ആ കളറും ആ ലൈറ്റും കാര്യങ്ങളോടൊക്കെ ചേർന്നപ്പോഴത്തേക്ക് നല്ല ഒരു അടിപൊളി കാഴ്ചയായിരുന്നു. അതിന് നമ്മൾ കയറി വന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മൊത്തം ഗെയിം കളിക്കുന്നത്. അതായത് ഇതുവരെ
നമ്മൾ പല കാർണിവലിലും മറ്റ് പുഷ്പമേള കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കാണാത്ത ചില ഗെയിമുകൾ ഇവിടെയുണ്ട്. അതിനകത്ത് ഒന്നാണ് ഇത്. കുപ്പി എടുത്ത് നേരെ വെക്കുക. 2 കുപ്പി എങ്ങാണ്ട് നേരെ വെച്ചാൽ മതി. അപ്പോൾ അവിടെ പാവ എങ്ങാണ്ടാണ് ഇത് നമുക്കത് 2 കുപ്പി നേരെ വെച്ചാലൊക്കെ കിട്ടുന്നത്. അപ്പം അതുപോലെ രസകരമായിട്ടുള്ള വേറെയും ഗെയിമുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മളുടെ എല്ലാ പുഷ്പമേളയ്ക്കും കാർണിവലിനൊക്കെ കാണുന്ന നമ്മുടെ ഗ്ലാസ്സിൽ ബോൾ കൊണ്ട് എറിയുന്നതും അതുപോലെ നമ്മുടെ വളയം കൊണ്ട് എറിയുന്നതൊക്കെയുള്ള ഗെയിമുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിന് വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗെയിം ഇവിടെ കണ്ടു. ഇത് നമ്മൾ ആ ബോൾ എറിഞ്ഞിട്ട് ആ കളറുള്ളിടത്തൊക്കെ വീഴ്ത്തുന്ന ഒരു ഗെയിമാണ്. അത് നല്ല രസകരമായിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് പിള്ളേർക്ക് ഉള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് കുറേ സ്റ്റേജും ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് ഈ ഒരു വലിയൊരു സ്ഥലത്താണ് നടക്കുന്നത്. ഇപ്പോൾ അവിടെ ആ സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നത് മാജിക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാജിക്ക് നമ്മൾ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇവിടെ പുസ്തകത്തിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാളുണ്ട്. അപ്പോൾ ഈ പുസ്തക സ്റ്റാളിലാണെങ്കിൽ നമുക്ക് 5 ബുക്ക് എടുത്താൽ 200 രൂപ, അതുപോലെ 50% ഡിസ്കൗണ്ട് കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ള ഒരു വലിയ ബുക്ക് സ്റ്റാളായിരുന്നു ഇത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇവിടുന്ന് നോക്കി നമ്മളൊരു 3-4 ബുക്കുകളൊക്കെ മേടിച്ചു. അവിടുന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ പല ഡിസൈനിലുള്ള പല ഷേപ്പിലുള്ള പേനകൾ കാര്യങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഒത്തിരി ഉള്ള ഒരു കട കണ്ട് ആ കടയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത് നമ്മുടെ പഴയ കാലത്തേക്ക് അങ്ങ് പോവുകയാണ്. നേരെ പഴയകാലത്തെ മുട്ടായികൾ, പഴയകാല സ്കൂളുകളിൽ നടന്നു പോയിരുന്ന സമയത്ത് റോഡ് സൈഡിൽ ചെറിയ ചാക്ക് കൊണ്ട് കെട്ടിയ ചെറിയ മാടക്കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള പുളിമുട്ടായി, ഇഞ്ചി മിഠായി, അങ്ങനെയുള്ള ചെറിയ ഒത്തിരി മുട്ടായിയുടെ ഐറ്റംസുള്ള പഴയകാല മുട്ടായികൾ വിൽക്കുന്ന ഷോപ്പിലെ എല്ലാ മുട്ടായികളെയും കാഴ്ചകളൊക്കെ കണ്ടു. നല്ല രസകരമായിട്ട് സ്വർണ്ണ മുട്ടായി, അങ്ങനെ ഒത്തിരി മുട്ടായികളുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് ഇതൊക്കെ ഞാൻ ഇഷ്ടം പോലെ മേടിച്ച് കഴിച്ചിട്ടുള്ള മുട്ടായികളാണ്. അപ്പോൾ ആ മുട്ടായികളൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ അത് വീണ്ടും കണ്ടപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ലെങ്കിലും വീണ്ടും കണ്ടപ്പോൾ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സമ്മർ കാർണിവലിലെ കാഴ്ചകൾ, കനകക്കുന്ന് പാലസിലെ സമ്മർ കാർണിവൽ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.